ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ മണ്ണിടിച്ചിലിൽ മരം കടപുഴകി 6 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ശക്തമായ കാറ്റിൽ കടപുഴകിയ മരം ഗുരുദ്വാരയ്ക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിൽ പതിച്ചാണ് അപകടം. ഗുജറാത്തിലെ ജുനഗഡിൽ നടന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിക്ക് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ നേതൃത്വം നൽകി. തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈക്ലിംഗ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയം വഴി 7 കിലോമീറ്റർ ദൂരം സൈക്കിൾ റാലി നടന്നു. സായി ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സൈക്കിൾ റാലിക്ക് ആതിഥേയത്വം വഹിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പുതിയ മന്ദിരം വരുന്നതോടൊപ്പം യാത്രാ സൌകര്യം മെച്ചപ്പെടുത്താൻ പുതിയൊരു പാലം കൂടി നിർമ്മിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള കൊല്ലം മുണ്ടക്കലിലെ ഭൂമി ഏറ്റെടുപ്പ് നടപടി പൂർത്തിയാക്കിയ സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി വ്യക്തമാക്കിയതാണിത്. സർവകലാശാല ആസ്ഥാനം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് കച്ചിക്കടവ് പാലം കൂടി നിർമ്മിക്കും. നിലവിൽ 55,000 വിദ്യാർത്ഥികളാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. 29 കോഴ്സുകൾക്ക് പുറമെ നൈപുണ്യ ഡിപ്ലോമ പ്രോഗ്രാമുകളും ഉടൻ സർവകലാശാലയിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിലെ സൌരാഷ്ട്ര കച്ച് മേഖലകളിൽ ഉഷ്ണതരംഗം ഉണ്ടാകുമെന്നും കാലാവസ്ഥാ ഏജൻസി പ്രവചിച്ചു. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അടുത്ത 3 ദിവസം പകൽ താപനില 5.7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്.